കേരളത്തിലെ വിശ്വാസങ്ങളിൽ ഉൾപ്പെട്ട അത്ഭുത ദേവതയാണ് വിഷ്ണുമായ ചാത്തൻ. ശിവപാർവതിമാരുടെ പുത്രനായി കണക്കാക്കപ്പെടുന്ന ഒരു ഉഗ്രമൂർത്തി. ഇതിനു പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ചറിഞ്ഞാലോ? പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്ന് മധുരമായ ഒരു സ്ത്രീശബ്ദം കേൾക്കുകയുണ്ടായത്രേ. അത് അദ്ദേഹത്തെ കൂളിവാകി എന്ന സുന്ദരിയിലേക്ക് നയിച്ചു. കൂളിവാകിയുടെ പ്രാർത്ഥന കേട്ട് പാർവതീദേവി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി. ഭയപ്പെടേണ്ടെന്നും ഇതവളുടെ യോഗമാണെന്നും പറഞ്ഞു. അതിനുശേഷം ദേവി വേഷം മാറി കൂളിവാകിയായി മാറി ശ്രീ പരമേശ്വരന്റെ അടുത്തേക്ക് പോകുകയും അവരിൽ നിന്ന് 400 കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു. അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി. ഈ കുട്ടിയെ കരിങ്കുട്ടി ചാത്തൻ എന്ന് വിളിക്കുകയും ചെയ്തു. നല്ലതും പൊട്ടയുമായ ഒരുപാട് ചാത്തന്മാർ വേറെയും ഉണ്ടായിരുന്നു. പറക്കുട്ടി, അറുകല, കറുത്തച്ഛൻ, മൂക്കൻ, കാപ്പിരി മുത്തപ്പൻ, കുരുടി, കരിങ്കണ്ണൻ എന്നിങ്ങനെ അനേകം ചാത്തന്മാർ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഇവരിൽ ഏറ്റവും ഇളയവനായ ചാത്തനാണ് വിഷ്ണുമായ. ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും കരിങ്കുട്ടി ചാത്തൻ ഒരു കാളയെയും കൊടുത്തു. കുട്ടി കൂളിവാകിയുടെ സംരക്ഷണത്തിൽ വളർന്നു. ഇവർക്ക് പല അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകുകയുണ്ടായി. ചാത്തന്മാർ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ കഴിഞ്ഞു വന്നു. തൻ്റെ 7ാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ നാരദമുനി വരികയും ചാത്തന്മാരോട് അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് പറയുകയും ചെയ്തു. അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു. ചാത്തന്മാർ കൈലാസത്തിലേക്ക് മാതാപിതാക്കളെ കാണാൻ പോയി. അവിടെ ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു. ചാത്തൻ അകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിന്റെ വേഷം മായയാൽ ധരിക്കുകയുണ്ടായി. ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു. പരമശിവന് ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിന്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേര് നൽകുകയും ചെയ്തു. പിന്നീട് ചാത്തൻ 3 ലോകം കീഴടക്കിയ ജലന്ധരനെ പോരിന് വിളിക്കുകയും തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിന്റെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുകയും ചെയ്തു. വിഷ്ണുമായയുടെ പൂജ 3 തരത്തിലാണ് നടത്തുന്നത്. ഉത്തമമായ ദ്രവ്യങ്ങൾ കൊണ്ടും മധ്യമായതും അധമമായതും കൊണ്ട് പൂജ നടത്തുന്നു. എന്നിരുന്നാലും അധമമായ പൂജയ്ക്ക് തന്നെയാണ് പ്രാധാന്യം പറയുന്നത്. മദ്യം, മത്സ്യം, ചുരുട്ട്, പുകയില, ഉപ്പില്ലാത്ത പുട്ട് എന്നിവയും ചെങ്കുരുതിയുമാണ് വിഷ്ണുമായയ്ക്ക് ഏറെ ഇഷ്ടം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.